നമസ്കാരം. നിയമവിരുദ്ധമായി ഫോൺ ചോർത്തൽ നടത്തിയ PV അൻവർ MLA-ക്കെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ രംഗത്ത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുരളീധരൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. സംസ്ഥാനത്ത് ഫോൺ ചോർത്താനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഫോൺ ചോർത്തലിന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയില്ലാതെയുള്ള ഫോൺ ചോർത്തൽ ഭരണഘടനാ വിരുദ്ധവും പൗരാവകാശങ്ങളുടെ ലംഘനവുമാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. അതിനിടെ ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖയടക്കം പുറത്തുവിട്ട് വെല്ലുവിളിച്ച PV അൻവറിന് പോലീസിലെ അടക്കം രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസിനോട് DGP വിശദമായ റിപ്പോർട്ട് തേടിയെന്ന വാർത്തയും പുറത്തു വന്നു. പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. രഹസ്യങ്ങൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന 2 SP-മാരും ഒരു DYSP-യും നിരീക്ഷണത്തിലാണ്. അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ഫോൺ ചോർത്തി എന്ന PV അൻവർ MLA-യുടെ അവകാശവാദം ശരിയാണ് എങ്കിൽ അതെങ്ങനെ സാധിച്ചു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കും. DIG റാങ്കിൽ കുറയാത്ത ഒരാൾക്കും തന്നെ കൃത്യമായ കാര്യകാരണങ്ങളില്ലാതെ ഫോൺ ചോർത്തൽ ആവശ്യപ്പെടാൻ പോലും കഴിയുന്ന കാര്യമല്ല. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റമാണ് നിയമപരമായി ഫോൺ ചോർത്താൻ രാജ്യത്ത് നിലവിലുള്ള സംവിധാനം. 2013-ലാണ് CMS പൂർണ്ണ തോതിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇതിനായി രാജ്യത്തെ ടെലികോം സർക്കിളുകളിൽ സെർവറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കേരളവും ലക്ഷദ്വീപും അടങ്ങുന്ന സർക്കിളിന്റെ സെർവർ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലാണ് ഉള്ളത്. CMS വരുന്നതിന് മുൻപ് പോലീസിന് കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ ചോർത്തുക എന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടെലികോം മന്ത്രാലയം അനുമതി നൽകിയത്. ഓരോ സേവനദാതാക്കളുടെയും രാജ്യത്തെ എല്ലാ സർക്കിളുകളിലെയും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് പോലീസ് ഇത് സംബന്ധിച്ച് കത്ത് നൽകണമായിരുന്നു. സേവനദാതാക്കളാണ് ഫോൺ ചോർത്തി ആവശ്യപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന് പുറത്തുള്ള ഏജൻസിയിലെ ജീവനക്കാർ ഫോൺ സംഭാഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് കേന്ദ്രീകൃത സംവിധാനം കൊണ്ടുവന്നത്. CMS നിലവിൽ വന്നപ്പോൾ ഓരോ സേവനദാതാക്കളുടെയും സർക്കിളുകളിലേക്ക് കത്തയക്കുന്ന രീതിയും നിലച്ചു. ചോർത്തുന്ന ജോലി സേവനദാതാക്കളിൽ നിന്ന് ടെലികോം മന്ത്രാലയത്തിലേക്കും കൈമാറി. ഫോൺ ചോർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഇടങ്ങളിലേക്ക് അപേക്ഷ നൽകുന്നതിനു പകരം പോലീസിന് CMS-ലേക്ക് മാത്രം ഇത് നൽകിയാൽ മതി. CMS-ൻ്റെതായി രാജ്യത്തുള്ള എല്ലാ സർക്കിളുകളിലേക്കും ഫോൺ ചോർത്താനുള്ള സന്ദേശം പോകും. 60 ദിവസത്തെ സംഭാഷണങ്ങളാണ് ചോർത്തുക. ചോർത്തിയവ ആഭ്യന്തര വകുപ്പിന് കൈമാറും. സംസ്ഥാന പോലീസ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അഥവാ RO, NIA, CBI, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ED, ഡയറക്ടറേറ്റ് ഓഫ് ഡയറക്ട് ടാക്സസ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, പ്രതിരോധ വകുപ്പിലെ സിഗ്നൽ ഇന്റലിജൻസ് എന്നിവയ്ക്കാണ് നിയമപരമായി ഫോൺ ചോർത്തണമെന്ന് ആവശ്യപ്പെടാൻ അധികാരമുള്ളത്. ഈ സാഹചര്യത്തിൽ അൻവറിനെതിരായ മുരളീധരന്റെ ഈ പരാതി കടുപ്പിച്ചാൽ അത് അറസ്റ്റിലേക്ക് മാത്രമല്ല